മോട്ടോറോളയുടെ പുതിയ ഫോണായ മോട്ടോ G7 റിലീസ് ചെയ്തിരിക്കുകയാണ്. 16,999 രൂപയാണ് ഈ ഫോണിന്റെ വില വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വിലയ്ക്ക് ഇത് നല്ലൊരു ഫോണാണോ എന്നുള്ളതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. മോട്ടോ G7 ഡിസ്പ്ലേ വരുന്നത് 6.2 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 19:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്ക് ഒരു നോച്ച് ലഭിക്കുന്നുണ്ട്. നോച്ച് എന്ന് പറയുന്നത് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുമായിട്ടാണ് വരുന്നത്. പിന്നെ ഓവറോൾ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ ബാക്ക് കവർ വരുന്നത് ഒരു ഗ്ലാസ് ബോഡിയുമായിട്ടാണ്. ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോണ് സ്പ്ലാഷ് റെസിസ്റ്റന്റ് ആണ്, അതായത് ചെറിയ രീതിയിലൊക്കെ വെള്ളമായാൽ വലിയ കുഴപ്പമൊന്നും വരില്ല. പ്രോസസ്സർ ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗന്റെ 632 എന്നുള്ള പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ല പ്രോസസ്സർ ഒന്നുമല്ല. കാരണം ഈ ഒരു ഫോണിന്റെ പകുതി വിലക്ക് വരുന്ന ഫോണുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 632 എന്നുള്ളത്. Asus Zenfone Max M2 പോലുള്ള ഫോണുകളിലൊക്കെ കണ്ട ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 632. ആ ഒരു ഫോണിന്റെ വില വന്നിരുന്നത് 8,000-നും 9,000-നും ഒക്കെ ഇടയ്ക്കായിട്ടുള്ള ഒരു വിലയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോസസ്സർ വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഫോൺ നമ്മളെ നിരാശപ്പെടുത്തി എന്ന് വേണം പറയാൻ. 4GB റാമും 64GB ഇന്റേണലുമാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിൻ ക്യാമറ വരുന്നത് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലാണ്. 12 മെഗാപിക്സലിന്റെ f1.8 അപ്പർച്ചറിൽ വരുന്ന ഒരു മെയിൻ സെൻസറും 5 മെഗാപിക്സലിന്റെ f2.2 അപ്പർച്ചറിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറുമാണുള്ളത്. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 മെഗാപിക്സലിന്റെ ഒരു സിംഗിൾ സെൻസറാണ്. ഈ ഒരു ഫോണിന്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഡോൾബി സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ബാക്കിലാണ്. 3000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 16,999 രൂപയാണ് ഈ ഫോണിന്റെ വില വരുന്നത്. മാർച്ച് 25 മുതൽ ഈ ഫോൺ നമുക്ക് ലഭിച്ചു തുടങ്ങുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഫോണാണോ എന്ന് ചോദിച്ചാൽ വളരെ മോശം എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതിനേക്കാൾ നല്ല പ്രോസസ്സറുമായിട്ട് വരുന്ന കുറേ ഫോണുകൾ ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് റെഡ്മി നോട്ട് 7 പ്രോ, റിയൽമി 2 പ്രോ, പിന്നെ Asus Zenfone Max Pro M2 പോലുള്ള ഫോണുകൾ. ഇനി അതല്ല, നിങ്ങൾക്ക് മോട്ടോയുടെ തന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഇതിനേക്കാൾ നല്ല പ്രോസസ്സറും നല്ല ബാറ്ററിയുമായിട്ട് വരുന്ന മോട്ടോ 1 പവർ പോലുള്ള ഫോണുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ വില വളരെ കൂടുതലാണ് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം.